അവനിൽ ആശ്രയിച്ചാൽ, അവന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, അവനിൽ തന്നെ രസിച്ചാൽ, if you will delight in the Lord, if you will look to him, if you will trust him, ദൈവത്തെ തന്നെ ആശ്രയിച്ചാൽ ആ ഇരട്ടിമാനം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. This is a season of a double portion. ये ऐसा समय है जब परमेश्वर तुम्हारी जिंदगी में दूना भाग देना चाहता है. Hallelujah. ഓഗസ്റ്റ് 2026 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് അറിയിക്കുന്നു. Hallelujah. Hallelujah. Thank you. This is a month of God restoring double honor. ये अगस्त 2026 का ये जो महीना है, इसमें परमेश्वर ऐसा कहते हैं कि मैं तुम्हें दुगना मान दूंगा. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ലജ്ജിച്ചിരിക്കുകയാണെങ്കിൽ, എവിടെയൊക്കെ അപമാനപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, this is the month of God restoring honor and dignity to you. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുനിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ബഹുമാനം നഷ്ടപ്പെട്ടു പോയി, ऐसा कोई जगह है जहां तुम्हारा सर नीचे झुक गया, उन सारी जगहों पर परमेश्वर तुम्हें उठाना चाहते हैं. हालेलुया. നിങ്ങളെ മാനിക്കുന്ന ഒരു മാസമാണിത്. ये ऐसा महीना है जब परमेश्वर तुम्हारा सम्मान करना चाहते हैं. സങ്കീർത്തനം 34 അതിന്റെ 5-ാം വാക്യം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. भजन संहिता 34 वहां पर ऐसा कहा गया है कि जिन्होंने परमेश्वर की ओर देखा, उनका मुख प्रकाशमान हो गया और वो फिर शर्मिंदा ना हुए. They looked to him and were radiant, and their faces were not ashamed. जिन्होंने उसकी ओर दृष्टि की, उन्होंने ज्योति पाई और उनका मुख कभी काला ना होने पाया. നിങ്ങളുടെ ലജ്ജയെ, നിങ്ങളുടെ അവമാനത്തെ हालेलुया. താവെടുത്ത് മാറ്റി നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്ന, നിങ്ങൾക്കൊന്ന് ശരിക്കുവാൻ കഴിയുന്ന ഒരു മാസമായി, ഒരു സീസണായി ഇത് മാറട്ടെ. जो लज्जा तुम्हारे ऊपर आया है, जो अपमान तुम्हारे ऊपर आया है, परमेश्वर उसको हटाना चाहते हैं और परमेश्वर अपनी खुशी से तुम्हें भरना चाहते हैं. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ, ഈ മുൻമഴയും പിന്മഴയും പെയ്തിറങ്ങുമ്പോൾ, ആത്മമാരി പെയ്തിറങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തുള്ളനും വെട്ടിക്കളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ നഷ്ടപ്പെട്ട സകലത്തെയും ദൈവം യഥാസ്ഥാനപ്പെടുത്തുമെന്ന്. योएल के पुस्तक उसके 2 अध्याय में हम ऐसा पढ़ते हैं कि जब परमेश्वर की आत्मा बारिश के समान आपके ऊपर आती है, तो उतने दिन, उतना समय जो आपकी जिंदगी में खो चुका है, जो कि टिड्डियों ने खा लिया है, जो कि बर्बाद हो गया है, उन सारी चीजों को परमेश्वर फिर से हरियाली में പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് നടക്കുമ്പോൾ, ആത്മപകർച്ചകൾ നടക്കുമ്പോൾ, ആത്മാഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന? തുള്ളനും വെട്ടിക്കളിയും പച്ചപ്പുഴുവും തിന്നുകളയുന്ന സംവത്സരങ്ങളെ ദൈവം അത് യഥാസ്ഥാനപ്പെടുത്തി. योएल 2 का 26 और 27 कहता है, तुम पेट भर कर खाओगे और तृप्त होगे और अपने परमेश्वर यहोवा के नाम की स्तुति करोगे, जिसने तुम्हारे लिए आश्चर्य के काम किए हैं. मेरी प्रजा की आशा फिर कभी न टूटेगी. സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. हमारा परमेश्वर हर चीज को वापस देने वाला परमेश्वर. യോവേൽ 2:26 ദൈവം പറയുകയായി, എന്റെ ജനം ലജ്ജിച്ചു പോകുവാൻ ഞാൻ ഇട വരുത്തുകയില്ല. 2 പ്രാവശ്യമാണ് 26-27 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്നും, ഹല്ലേലൂയ, നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല, നിങ്ങളെ മാനം കൊണ്ട് ഞാൻ നിങ്ങളെ അലങ്കരിക്കുമെന്ന് ദൈവം ദൂത് പറയുകയാണ്. अपने परमेश्वर यहोवा के नाम की स्तुति करोगे, जिससे तुम्हारे लिए आश्चर्य के काम किए हैं. मेरी प्रजा की आशा फिर कभी न टूटे. എന്റെ ജനം ഒരു നാളും, मेरे लोग कभी शर्मिंदा ना होंगे. My people will never be. और उनकी आशा फिर कभी न टूटेगी. ഓഗസ്റ്റ് മാസം 2026, ഹല്ലേലൂയ, നിങ്ങളുടെ അപമാനത്തെ, നിങ്ങളുടെ ലജ്ജയെ, നിങ്ങളുടെ നിന്ദയെ, തലകുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളെ, മുമ്പോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകളെ, ഹല്ലേലൂയ, ഇരട്ടി മാനം തന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണ്. ये एक ऐसा महीना है जब परमेश्वर कहते हैं कि तुम्हारा जो, जहां तुम शर्मिंदा हुए हो, जहां तुम्हारा सर झुक गया है, उसी जगह पर परमेश्वर तुम्हें मान देंगे, तुम्हारा सम्मान करेंगे. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. जिन लोगों ने अपनी दृष्टि यहोवा की ओर रखा, उनको परमेश्वर ने आनंदित किया.
किया, उनका सर फिर कभी न झुका. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 61 അധ്യായം അതിന്റെ 7 വാക്യം, Isaiah chapter 61 verse 7. ദൈവം വീണ്ടും പറയുക, ഞാൻ ഇരട്ടി മാനം കൊണ്ട്, instead of your shame you shall have double honor, and instead of confusion they shall rejoice in their portion. तुम्हारी नाम धराई के बदले दूना भाग मिलेगा. अनादर के बदले तुम अपने भाग के कारण जय जयकार करोगे. तुम अपने देश में दूने भाग के अधिकारी होगे और सदा आनंदित बने रहोगे. Therefore in the land they shall possess a double. They shall possess double. Everlasting joy shall be theirs. ലജ്ജയ്ക്ക് പകരം, അപമാനത്തിന് പകരം, നിന്ദയ്ക്ക് പകരം ഇരട്ടി മാനം നിന്ന് നമ്മെ അലങ്കരിക്കുന്ന നമ്മുടെ വലിയ നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ആനന്ദം അവർക്ക് ഉണ്ടാകും. Instead of shame and dishonor, you will enjoy a double share of honor. You will possess a double portion of prosperity in your land. Everlasting joy will be yours. तुम्हारी नाम धराई के बदले दूना भाग मिलेगा. अनादर के बदले तुम अपने भाग के कारण जय जयकार करोगे और तुम अपने देश में दूने भाग के अधिकारी होगे और सदा आनंदित बने रहोगे. Somebody say a double portion. ആരെങ്കിലും ഒന്ന് പറയുമോ? ഇരട്ടി പങ്ക്. ഇരട്ടി മാനം, ഇരട്ടി മാനം, ഇരട്ടിയായിട്ട് നഷ്ടപ്പെട്ടത് സകലത്തെയും ഇരട്ടിപ്പിക്കുന്ന ദൈവപ്രവൃത്തി. ഇരട്ടിയായിട്ട് നമുക്ക് മാനം തരുന്ന ദൈവം. ഹല്ലേലൂയ. हमारा परमेश्वर जो हमें दूने भाग से आशीषित करता है. ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവനിൽ ആശ്രയിച്ചാൽ, അവന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, അവനിൽ തന്നെ രസിച്ചാൽ, if you will delight in the Lord, if you will look to him, if you will trust him, ദൈവത്തെ തന്നെ ആശ്രയിച്ചാൽ ആ ഇരട്ടി മാനം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. You will enjoy that double honor. आमीन. परमेश्वर ऐसा कहते हैं कि अगर तुम अपनी दृष्टि यहोवा परमेश्वर पर लगाए रहोगे तो परमेश्वर दूना भाग सम्मान देकर तुम्हें ऊपर उठाएगा. हालेलुया. हालेलुया. ताली बजाते हुए हम परमेश्वर, you will have double for your trouble. हालेलुया. जितना आपने कष्ट सहा है उसका दूना भाग परमेश्वर आपको നിങ്ങൾ നേരിട്ട എല്ലാ പ്രയാസങ്ങൾ, എല്ലാ വിഷയങ്ങൾ, എല്ലാ പ്രതികൂലങ്ങൾ, എല്ലാ പ്രതിബന്ധങ്ങൾക്ക് പകരം ഹല്ലേലൂയ. സെക്രിയാവിന്റെ പുസ്തകം 9 അധ്യായം അതിന്റെ 12 വാക്യം പറയുന്നു, return to the stronghold you prisoners of hope, and I declare that I will render double unto thee. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. हे आशा धरे हुए बंदियों, गढ़ की ओर फिरो. मैं आज ही बताता हूँ कि मैं तुमको बदले में दूना सुख दूंगा. എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേർക്ക് അങ്ങനെ വേണം കർത്താവേ? ഹല്ലേലൂയ. I hear your word. प्रभु आपके वचन को हम सुनते हैं. प्रभु a double for all our trouble. परमेश्वर जितना दुख उठाया है उसके बदले दूना भाग और सम्मान आप. A double for all our loss. जितना कुछ नष्ट हुआ है उसके बदले में दूना भाग परमेश्वर तुम्हें देना चाहता है. Every missed opportunity God says I will bring double to you. जितना समय तुमने गंवाया है अपनी जिंदगी में उसके बदले दूना भाग परमेश्वर तुम्हें देंगे. This is a season of a double portion. ये ऐसा समय है जब परमेश्वर तुम्हारी जिंदगी में दूना भाग देना चाहता है. Hallelujah. Hallelujah. Amen, amen, amen. Hallelujah.